കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിനെയും കൂട്ടരെയും സിഐയുടെ അടുത്തേക്ക് വിളിപ്പിക്കുമ്പോഴേക്കും സിഐ അവരോടായി ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചതല്ലേ? നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരില്ലെന്ന് അവർ ആദ്യം മുതലേ വ്യക്തമായി പറഞ്ഞിരുന്നതാ. പിന്നെന്തിനാടാ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചത്? പറയടാ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷും, സാർ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, പറയുന്നത് സത്യമാണ് സാർ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷ് ചാടിക്കയറി, സാറേ ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, നിന്നോട് ചോദിച്ചോ എന്ന് സിഐ അവനോടായി അലറുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും അങ്ങോട്ടെത്തി. സാർ എന്ന് വിളിക്കുമ്പോൾ ആരാ വാ എന്ന് പറഞ്ഞ് സിഐ അകത്തോട്ട് വിളിക്കുമ്പോൾ നിധിയും അകത്തോട്ട് കയറുന്നുണ്ട്. അവൾ അങ്ങോട്ട് വന്ന്, സാർ ഇവരെ കൊണ്ടുവരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഇവരുടെ ആരാ നിങ്ങള് എന്ന് അദ്ദേഹം ചോദിക്കുന്ന കേട്ട് നിധി ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് ചോദിച്ചു കേട്ടില്ലേ എന്ന് സിഐയും, സാർ ഞാൻ സുധീഷിന്റെ വൈഫാ എന്നവൾ പറയുന്നത് കേൾക്ക് സുധീഷിനും സന്തോഷമാവുന്നുണ്ട്. എന്താ അത് പറയാൻ ഇത്ര താമസം എന്നവളോടായി ചോദിച്ച്, ആരാ സുധീഷ് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ, ഞാനാണ് സാർ എന്ന് സുധീഷ് പരിചയപ്പെടുത്തുന്നുണ്ട്. സിഐ നിധിയോട് ഇരിക്കാൻ പറയുമ്പോഴേക്കും അവർ കസേരയിലേക്ക് ഇരുന്നുണ്ട്. അവർ തന്നിട്ടുള്ള പരാതി പച്ചക്കള്ളമാണ് സാർ. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളാരും വിളിച്ചിട്ടല്ല സുനന്ദ അവിടെ വന്നത്. അവൾ എന്നും അവിടെ വരാറുണ്ട്. അതുപോലെ ഇന്നും വന്നു. അല്ലാതെ ഈ പരാതിയിൽ പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടില്ല സാർ എന്ന് നിധി പറയുമ്പോൾ, നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പരാതി നിലനിൽക്കുമ്പോൾ. ആ കുട്ടി മനസ്സറിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നതെങ്കിൽ പിന്നെ എന്തിനു പരാതി തരണം എന്ന് സിഐ സംശയത്തോടെ ചോദിക്കുമ്പോൾ, ഞാനും ഒരു പെണ്ണല്ലേ സാർ. ഒരു പെൺകുട്ടിയെ ഒരാൾ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അത് നോക്കി വെറുതെ ഇരിക്കോ? സാർ പ്ലീസ് എന്ന് നിധി പറയുമ്പോൾ, ഇയാൾ പറയുന്നത് കേട്ട് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പോലീസും, ആ പെൺകുട്ടി നേരിട്ടല്ലോ പരാതി തന്നത്, അവളുടെ അച്ഛനല്ലേ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ അവളുടെ അച്ഛൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സാർ ആ പെൺകുട്ടിയോട് നേരിട്ടൊന്ന് ചോദിച്ചു നോക്കണം. അവൾ അങ്ങനെ ഒരു പരാതി നൽകിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. സാർ അതുകൂടി അന്വേഷിക്കാതെ കേസ് എടുക്കാൻ ശ്രമിക്കരുത്. ആ പെൺകുട്ടി വന്ന് പറയട്ടെ സാർ, അവളെ സുഭാഷേട്ടൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് നിധി പറയുമ്പോൾ, ഇപ്പോ അത് മാത്രമല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവരെല്ലാം കൂടി പോയി ആ വീട്ടിൽ അതിക്രമിച്ചു കയറി അവളുടെ അച്ഛനെ അടിച്ചു. അത് ഇവരെന്നോട് സമ്മതിച്ചതാ എന്ന് സിഐ പറയുമ്പോൾ, അതിനാധാരമായ കേസ് ആ പെൺകുട്ടിയെ അപമാനിച്ചു എന്നതാണല്ലോ സാർ. അത് തെറ്റാണെന്ന് ആദ്യം തെളിയട്ടെ, അപ്പോൾ സാറിന് കാര്യങ്ങൾ മനസ്സിലാവും. സുനന്ദയാണ് വീട്ടിലേക്ക് വരുന്നത്. അവൾ ഇവരുടെ അച്ഛന്റെ അനിയത്തിയുടെ മകളാ. രണ്ട് ഫാമിലിയും കാലങ്ങളായി സംസാരിക്കാറ് പോലുമില്ല. പക്ഷേ ആ കുട്ടി അത് കണക്കാക്കാറില്ല. അവൾ എന്നും വീട്ടിൽ വരും. ഇതെല്ലാം ആ കുട്ടിയോട് ചോദിച്ചാൽ സാറിന് മനസ്സിലാവുമെന്ന് നിധി പറയുമ്പോൾ, സുഭാഷും, നിധി മോളെ നീ വീട്ടിലേക്ക് പോയിക്കോ, വെറുതെ ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, സുഭാഷിട്ടൻ എനിക്ക് സുനന്ദയുടെ നമ്പർ ഒന്നു താ എന്ന് നിധി സുഭാഷിനോടായി പറഞ്ഞ് സാറിനോടായി, സാർ ഞാൻ ആ കുട്ടിയെ വിളിച്ചൊന്ന് സംസാരിക്കാം, അപ്പോൾ സാറിന് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. പിന്നീട് വരാന്തയിൽ നിന്ന് സുനന്ദയെ വിളിക്കുന്ന നിധിയാണ് കാണിക്കുന്നത്. സുനന്ദ കോൾ എടുക്കുമ്പോഴേക്കും, ഹലോ ഞാൻ നിധിയാ എന്ന് നിധി പറയുന്നത് കേട്ട് സുനന്ദ കരച്ചിൽ തുടങ്ങുന്നുണ്ട്. ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്ത്. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. സുഭാഷേട്ടനെ മാനിയന്മാരെയും അറസ്റ്റ് ചെയ്തിരിക്കുക. കേസ് സീരിയസാ സുനന്ദ. സുഭാഷേട്ടൻ നിന്നെ അബ്യൂസ് ചെയ്യാൻ നോക്കിന്നാ. നീ ഇപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, സുനന്ദയും കരച്ചിലൂടെ, ഞാൻ എന്ത് ചെയ്യാനാ നിധി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലെന്ന് സുനന്ദയും. എന്ന് വെച്ചാ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോട്ടേന്നാണോ? ഇത് വളരെ സീരിയസ് ആയ കേസാ സുനന്ദ, ഇവരുടെ ജീവിതം ഇല്ലാതാവും എന്ന് നിധി ഓർമ്മിപ്പിക്കുമ്പോൾ, ഞാൻ എന്തു ചെയ്യണമെന്നാ പറയുന്നേ എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരണം, ഈ കേസ് നുണയാണെന്ന് പറയണം എന്ന് നിധി പറയുമ്പോൾ, കേസ് കൊടുത്തത് അച്ഛനാ, എന്നെ അങ്ങോട്ട് വരാൻ ഇവർ സമ്മതിക്കില്ലെന്ന് കരച്ചിലോടെ സുനന്ദയും. അപ്പോ ചെയ്യാത്ത കുറ്റത്തിന് സുഭാഷേട്ടൻ ജയിലിൽ കിടക്കണോ എന്ന് നിധി ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല നിധി എന്ന് കരച്ചിലോടെ സുനന്ദയും. അവിടെ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്റ്റേഷനിൽ വന്ന് എന്നോട് പറഞ്ഞ പോലെ പറ, അതിന് പറ്റോ ഇല്ലയോ എന്ന് നിധി ചോദിക്കുമ്പോൾ, സുനന്ദയും കരച്ചിലൂടെ, വീട്ടിലെല്ലാവരും ഉണ്ട് നിധി, പുറത്തേക്ക് വരാൻ എന്നെ സമ്മതിക്കില്ല, ഞാൻ എന്ത് ചെയ്യും എന്നവൾ ചോദിക്കുമ്പോൾ, ഞാനൊരു കാര്യം ചെയ്യാം, ഇൻസ്പെക്ടറുടെ അടുത്ത് നിന്ന് വീഡിയോ കോൾ ചെയ്യാം, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? നീ കാരണമാ ഇതെല്ലാം ഉണ്ടായത്. നീയാ സുഭാഷേട്ടനെ കാണാൻ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരവും നീ തന്നെ കാണണം. വെറുതെ കരഞ്ഞോണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുകയാ. അവൾ വീണ്ടും സിഐയുടെ അരികിലേക്ക് എത്തി. ഞാൻ സുനന്ദയോട് സംസാരിച്ചു. അവരെല്ലാവരും കൂടി അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. ഞാൻ വീഡിയോ കോൾ ചെയ്യാം, സാറൊന്ന് അവളോട് സംസാരിക്കാമോ? സാർ പ്ലീസ്, ഇതവളുടെ വീട്ടുകാരെ ഫ്രെയിം ചെയ്ത കേസാ, അതുകൊണ്ടാ എന്ന് നിധി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ശരി വിളിക്കേ, ഇനിയിപ്പോ ആ പെൺകുട്ടി പറയുന്നത് കൂടി കേൾക്കാം എന്ന് സാറും സമ്മതിക്കുന്നുണ്ട്. നിധി പെട്ടെന്ന് തന്നെ തന്റെ മൊബൈൽ എടുത്ത് സുനന്ദയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. സുനന്ദയുടെ മൊബൈൽ റിങ് ചെയ്യുന്നതും കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ അകത്തോട്ട് കയറി വരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ആ കോൾ കട്ട് ചെയ്ത് കട്ടിലിൽ നിന്ന് എണീക്കുമ്പോഴേക്കും
വീണ്ടും നിധിയുടെ കോൾ വരുന്നുണ്ട്. മൊബൈലും ബാക്കിൽ പിടിച്ചു നിൽക്കുന്ന സുനന്ദയോടായി ആ ഫോൺ ഇങ്ങു തന്നെ, ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങി നോക്കിക്കൊണ്ട് ലളിതയും ദേഷ്യത്തോടെ സുനന്ദയെ നോക്കി. വിളിക്കുന്നത് നിധിയാണെന്ന് മനസ്സിലാക്കി ഇവളെന്തിനാ നിന്നെ വിളിക്കുന്നത്? പറയടി, എന്തിനാ ഇവള് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ സുഭാഷേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്കും അറിയാം. ഞാൻ ആ സുഭാഷേട്ടനെ കാണാനായി ആ വീട്ടിലേക്ക് പോയത്. പിന്നെ നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തത്? നിധി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ അവളോട് സത്യം പറയാൻ പോവാ എന്ന് സുനന്ദ പറയുന്നത് കേൾക്കെ, ഓഹോ, നീ സത്യം പറയാൻ പോവാണോ? പിന്നെ ഞാൻ വളർത്തി മോശമാക്കിയതെന്ന് ഇപ്പതേ നിന്റെ അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അച്ഛൻ കൊടുത്ത പരാതി തെറ്റാണെന്ന് പറയാൻ പോവാണോ? നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല, ആരോടും സംസാരിക്കാനും പോകുന്നില്ല, കേട്ടോടി. അവനും അവന്റെ അനിയന്മാരും കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ. പുറത്തു വരുന്നതിന് മുമ്പ് നിന്നെ കെട്ടിച്ചയക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ഫോൺ കയ്യിലിരുന്നാലല്ലേ നീ വിളിക്കൂ. ഇനി നീ ഫോൺ കയ്യിൽ വെക്കണ്ട എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങി. വീണ്ടും തിരിഞ്ഞു നിന്ന്, ദേ ആ ചെറുക്കനും കൂട്ടരും ഇപ്പൊ പെണ്ണ് കാണാൻ വരും. അതിനു മുമ്പ് നീ തയ്യാറായിരുന്നില്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും, കേട്ടോടി എന്നവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അമ്മ ആ മൊബൈലുമായി പോകുമ്പോഴേക്കും സുനന്ദയും സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞോണ്ട് നിൽപ്പാ. സുനന്ദയെ വിളിച്ച് കിട്ടാതെ നിധി ടെൻഷനോടെ നിൽക്കുന്നത് കണ്ട്, എന്താ ഫോൺ എടുക്കുന്നില്ലേ എന്ന് പോലീസും ചോദിക്കുന്നുണ്ട്. ഇല്ല, പക്ഷേ ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചതേയുള്ളൂ സാർ. ആ കുട്ടി ഫോണിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടു കാണും. ഫോൺ അവര് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അവൾക്ക് അവരെ ധിക്കരിച്ച് ഒന്നും പറയാനാവില്ല സാർ. അവളൊരു പാവാ സാർ. ആ കുട്ടിയുമായിട്ട് ഒന്ന് സംസാരിക്കണം. അവളുമായി സംസാരിച്ചാൽ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പ്ലീസ് സാർ, സുഭാഷേട്ടൻ തെറ്റ് ചെയ്തെന്ന് ആ കുട്ടി പറയുകയാണെങ്കിൽ സാർ കേസെടുത്തോ. പരാതിയിൽ ഒപ്പിട്ടത് അവളാണോന്ന് സാർ അന്വേഷിക്കണം പ്ലീസ് എന്ന് നിധിയും സാറിനോടായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ അമ്മയെ അനുസരിച്ച് അമ്മ എടുത്തു വെച്ച സാരിയും എല്ലാം എടുത്ത് ടെൻഷനോടെ കട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക സുനന്ദ. സുഭാഷേട്ടനെ വീട്ടിലേക്ക് കാണാൻ ഓടിച്ചെന്നതും സങ്കടം സഹിക്കാനാവാതെ സുഭാഷേട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും അച്ഛനും അമ്മയും വന്ന് ബഹളവും വഴക്കുമുണ്ടാക്കി സുഭാഷിനെ തല്ലി ചതച്ചതുമെല്ലാം ഓർക്കെ സുനന്ദ അവിടെ ഇരുന്ന് സങ്കടത്തോടെ പൊട്ടിക്കരയുക. അപ്പോഴേക്കും അവളുടെ അമ്മ ജുവല്ലറി ബോക്സുമായി അങ്ങോട്ടെത്തി. എന്താടി, മൊട്ട കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇരിക്കുന്നേ. ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസാ, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് ആ ജുവല്ലറി ബോക്സ് ബെഡിലേക്ക് ഇട്ടോണ്ട്, ഇതാ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോഴേക്കും സുനന്ദയും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും CI നിധിയെയും കൂട്ടി തന്റെ കാറിൽ അങ്ങോട്ടെത്തുന്നുണ്ട്. സാറിനെ കണ്ട് അമ്പരപ്പോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന്, എന്താ സാർ, എന്താ വേണ്ടതെന്ന് ധനയൻ ചോദിക്കുമ്പോഴേക്കും ലളിതയും ഗംഗാധരനും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ലളിതയും നിധിയോടായി എന്താടി നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, സാർ എന്താണ് നടന്നതെന്ന് സുനന്ദയെ വിളിച്ച് ചോദിക്കണം സാർ, സത്യം അപ്പോഴേ മനസ്സിലാവൂ എന്ന് SIയോടായി പറയുമ്പോഴേക്കും എന്താണ് സാർ കാര്യമെന്ന് ലളിതയും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളെ അവൻ വീട്ടിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നായിരുന്നല്ലോ പരാതി. അവിടെ ഈ കുട്ടി ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. നിങ്ങൾ എന്തായാലും മകളെ വിളിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് സാറ് പറയുമ്പോൾ ലളിതയും, ഇവര് പറയുന്നത് കേട്ടാണോ സാർ എന്റെ മകളെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്? ഇവളാ വീട്ടിലെയല്ലേ സാർ, ഇവളൊന്നും നടന്നിട്ടില്ലെന്നല്ലേ പറയൂ. സത്യം പറയാൻ ഇവള് തയ്യാറാവോ? ഇല്ലല്ലോ. എന്റെ മോളോട് ആ സുഭാഷ് എന്ന് പറയുന്നവൻ വൃത്തികേട് കാണിച്ചതാ സാർ. പെൺകുട്ടി ഞങ്ങളുടേതല്ലേ, ഞങ്ങൾ നുണ പറയോ? നാട്ടുകാരറിഞ്ഞ എന്റെ പെൺകുട്ടിയെ പറ്റി എന്ത് കരുതുമെന്ന് സാർ ആലോചിച്ചിട്ടുണ്ടോ? നാളെ ഒരു കല്യാണാലോചന വരുമ്പോ എന്റെ മോളെയായിരിക്കും നാട്ടുകാരെ തെറ്റുകാരിയായി പറയുക. അതൊഴിവാക്കാൻ അവളോട് തെറ്റ് ചെയ്യാൻ നോക്കിയവനെ ശിക്ഷിക്ക തന്നെ വേണം സാർ. പണ്ടായിരുന്നെങ്കിൽ ആളുകൾ ഇതൊക്കെ ഒളിച്ചു വെക്കും. കാലം മാറിപ്പോയില്ലേ സാർ. പെൺകുട്ടികൾ ധൈര്യമായി നിയമത്തിന് മുന്നിൽ പരാതിപ്പെടാൻ തുടങ്ങി എന്ന് ലളിത പറയുമ്പോഴേക്കും ഈ സ്ത്രീ പറയുന്നത് പച്ചക്കള്ളമാ സാർ എന്ന് സാറിനോടായി പറഞ്ഞ് ലളിതയോടായി, നിങ്ങളെപ്പോലുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരാൾ മതി ജനുവിനായി പരാതി കൊടുക്കാൻ പോകുന്ന സ്ത്രീകളെയെല്ലാം ആളുകൾ തെറ്റായി കണക്കാക്കാൻ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും CI അവരോടായി, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മകളോട് മോശമായി പെരുമാറി എന്ന പരാതിയിന്മേൽ നടപടിയെടുത്തല്ലോ. അപ്പോഴാണ് നിങ്ങളെപ്പോലെ മറ്റൊരു പെൺകുട്ടി വന്ന് അങ്ങനൊന്നും നടന്നിട്ടില്ലെന്ന് പറയുന്നത്. മാത്രമല്ല പണ്ടും നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ. വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഉപകരണമാവാൻ പാടില്ലല്ലോ പോലീസ്. അതുകൊണ്ടാ നിങ്ങളുടെ മകളെ വിളിക്കാൻ പറഞ്ഞത് എന്ന് സാർ പറയുമ്പോഴേക്കും ധനയനും, സാറേ ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ, ഇന്നത്തെ ദിവസം തന്നെ അവളെ എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും, എടോ നിങ്ങളുടെ പരാതിയിൽ 1 അല്ല 4 പേരെയാ ഞാൻ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി പറയുന്നത് പോലെ അവർ തെറ്റുകാരല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം ഞാൻ സ്പോയിൽ ചെയ്യല്ലേ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. ഗംഗാധരനും വാദിക്കാൻ തുടങ്ങുമ്പോഴേക്കും, നിർത്തടോ, ഇനി നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അകത്തു കയറി പിടിച്ചോണ്ട് പോകും. പിന്നെ ചോദ്യം ചെയ്യുന്നത് അങ്ങ് സ്റ്റേഷനിലായിരിക്കും. പെണ്ണ് കാണാൻ വരുന്നവരെ അങ്ങ് സ്റ്റേഷനിൽ വന്ന് കാണേണ്ടി വരും. അത് വേണോ എന്ന് CI ചോദിക്കുമ്പോൾ ലളിതയും കരച്ചിലോടെ, സാറേ
എന്റെ കുട്ടി അപമാനം കൊണ്ട് മിണ്ടാൻ പോലും കഴിയാതിരിക്കുക. കരച്ചിലോട് കരച്ചില. അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ മഹാഭാവി അങ്ങനെയൊക്കെ പെരുമാറിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ. അവളൊരു പാവമാണ് സാർ എന്ന് പറഞ്ഞ് ലളിത പൊട്ടിക്കരയുമ്പോ അതെ സാർ, അവൾ ആകെ ഉലഞ്ഞു പോയിരിക്കുക എന്ന് സങ്കടം അഭിനയിച്ച് ധനയനും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ അവൾക്ക് എങ്ങനെയായിരിക്കും സാർ? ഞങ്ങൾ തന്നെ ഇപ്പോ കഷ്ടപ്പെട്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. പെണ്ണു കാണാൻ വരുന്നത് കൊണ്ട് ഒരു വിധത്തിൽ അവളെ പറഞ്ഞു റെഡിയാക്കി ഇരുത്തിയിരിക്കുക. ഇനി ചോദ്യം ചെയ്ത് അവളെ വേദനിപ്പിക്കല്ലേ സാർ എന്ന് ലളിത പൊട്ടിക്കരഞ്ഞ് പറയുമ്പോ ഇത്രയും ദൂരം വന്നിട്ട് അവളെ കാണാതെ പോയാൽ ശരിയാവില്ല സാർ, അവളെ വിളിപ്പിക്കണം എന്ന് നിധിയും വാദിക്കുന്നുണ്ട്. അത് കേൾക്കെ ലളിതയും അവളുടെ അമ്മയായ ഞാനാണ് പറയുന്നത് സാർ. ഈ പെണ്ണ് ആർക്ക് വേണ്ടിയാണോ വന്ന് വക്കാലത്ത് പറയുന്നത് അവരാ എല്ലാ തെറ്റും ചെയ്തത്. എന്റെ മോൾ ഒപ്പിട്ട് തന്ന പരാതി ഉണ്ടല്ലോ സാർ, അത് പോരെ? ഞങ്ങളാണ് ഇരയായത് സാർ, ഞങ്ങളുടെ അവസ്ഥ ആദ്യം പരിഗണിക്കണം. ഞങ്ങളാ പരാതിക്കാർ എന്ന് ലളിത പറയുമ്പോൾ സാർ ഇത് പച്ചക്കള്ളമാ. ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിധിയും. നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് പറഞ്ഞാലും എന്റെ മകൾക്കെതിരെ നടന്നത് സത്യമാ. അതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം സാറേ. അതിന് വേണമെങ്കിൽ നിരാഹാരം കിടക്കാനും ഞാൻ തയ്യാറാണ് സാറേ എന്ന് ലളിത പറയുമ്പോൾ ശരി നമുക്കത് നോക്കാം എന്ന് പറഞ്ഞ് നിധി സാറിനോടായി സുനന്ദയോട് ഞാൻ ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിൽ അവൾ പറയുന്നതൊന്ന് കേട്ടു നോക്കണം സാർ എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ട് നിന്ന ഗംഗാധരനും സാർ ഇത് വിശ്വസിക്കരുത്, ആരുടെയോ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ കുട്ടിയുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോക്കാലോ എന്ന് പറഞ്ഞ് നിധിയോട് അത് പ്ലേ ചെയ്യാനായി പറയുന്നുണ്ട്. നിധി അത് പ്ലേ ചെയ്യുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കും നിനക്കും അറിയാം നിധി, പക്ഷേ അമ്മയും അച്ഛനും മാമനും സുഭാഷ് ഏട്ടനെ കൊടുക്കുമെന്നുള്ള വാശിയില്ല. എനിക്ക് അവരെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ വയ്യ, എന്നെ ഈ വീട്ടിൽ വിരട്ടി നിർത്തിയേക്കുവാ. എനിക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല നിധി എന്ന് സുനന്ദ പറയുന്നത് കേൾപ്പിച്ചുകൊണ്ട് കേട്ടില്ലേ സാർ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരോടായി ഇനി ഇത് നിങ്ങളുടെ മകൾ പറഞ്ഞതാണോന്ന് ചോദിക്കാലോ, അവളെ വിളിക്ക് എന്ന് പറഞ്ഞ് കൂടെയുള്ള പോലീസുകാരോടായി പോയി ആ പെൺകുട്ടി ഇറക്കി കൊണ്ടുവാ എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും അയ്യോ വേണ്ട സാർ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ ലളിത സുനന്ദയുടെ അരികിലേക്കായി ചെല്ലുന്നുണ്ട്. അവർ സുനന്ദയോടായി എടി ആ നിധി പോലീസുകാരെയും കൊണ്ട് വന്നിരിക്കുക, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നതിന്റെ ഓഡിയോ അവളുടെ കയ്യിലുണ്ട്. നീ എന്തിനാടി അവളോട് സംസാരിക്കാൻ പോയത്? നിന്റെ അച്ഛൻ കൊടുത്ത പരാതിക്കെതിരെ നീ തെളിവ് കൊടുക്കോ പറയാൻ? ആ CI അവിടെ നിൽപ്പുണ്ട്, നിന്നെ അവർക്ക് ചോദ്യം ചെയ്യണമെന്ന്. അവരോട് നീ ഫോണിൽ പറഞ്ഞതുപോലെ പറഞ്ഞാ നിന്നെ കൊന്ന് ഞാനും ചാവും. നിന്റെ അച്ഛൻ കൊടുത്ത പരാതി സത്യമാണെന്ന് പറഞ്ഞോണം. അവള് കേൾപ്പിച്ചത് നിന്റെ ശബ്ദമല്ലെന്ന് പറഞ്ഞേക്കണം. ബാക്കി പിന്നെ നോക്കാം വാ എന്ന് പറഞ്ഞ് കാട്ടിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന നിധിയെ പിടിച്ചു വലിച്ച് വന്ന് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞേക്കണം വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. CI അവളോടായി നിങ്ങളാണോ സുനന്ദ? ഉത്തരം പറ എന്ന് പറയുമ്പോൾ അതെ എന്ന് സുനന്ദയും. മോളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാം, അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് സത്യസന്ധമായി പറയണം. സുഭാഷ് നിങ്ങളോട് മോശമായി പെരുമാറിയോ? ഉവ്വ് അല്ലെങ്കിൽ ഇല്ല, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുമ്പോൾ സുനന്ദയും ഒന്നും മിണ്ടാതെ നിൽപ്പാ. ധനയനും ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞില്ലേ സാർ എന്റെ മോള് ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലളിതയും സുനന്ദയോടായി മോളെ സാറ് ചോദിച്ച പോലെ ഉവ്വെന്ന് പറ മോളെ. അതുകൾക്ക് നിധിയും സുനന്ദേ ഞാനും അവിടെ ഉണ്ടായിരുന്നതാ, സത്യം നീ എന്നോട് പറഞ്ഞത് ഞാൻ സാറിനെ കേൾപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറയുമ്പോൾ ഗംഗാധരനും സാറേ ഈ കുട്ടി ഞങ്ങളുടെ കുട്ടിയെ പേടിപ്പിക്കുക സാറേ എന്ന് ചാടിക്കയറി പറയുമ്പോൾ CIയും ആരാരെയെ പേടിപ്പിക്കുന്നെന്ന് ഇപ്പൊ അറിയാം കാർന്നോരെ എന്ന് അയാളോടായി പറഞ്ഞ് സുനന്ദയോടായി ഉവ്വോ ഇല്ലയോ ഇപ്പോ അത് പറ എന്ന് ചോദിക്കുമ്പോൾ സുനന്ദയും തല ഉയർത്തിക്കൊണ്ട് ഇല്ല സാർ എന്ന് പറയുന്നത് കേൾക്കെ നിധിക്കും ആശ്വാസമാവുന്നുണ്ട്. ഇതയും തന്നെയും ആകെ നാണക്കേടോടെ നിൽക്കുമ്പോൾ ആ റെക്കോർഡ് ഒന്ന് പ്ലേ ചെയ്തേ എന്ന് CIയും. നിധി വീണ്ടും ആ റെക്കോർഡ് പ്ലേ ചെയ്ത് കേൾപ്പിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന് സാർ ചോദിക്കുമ്പോൾ അതെ സാർ എന്ന് സുനന്ദയും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി, ആ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങളാണോ എന്ന് CI ചോദിക്കുമ്പോൾ അല്ല സാർ അതെന്റെ അച്ഛൻ എന്റെ ഒപ്പിട്ടതാ എന്ന് സുനന്ദ സത്യം തുറന്നു പറയുമ്പോൾ സാറേ എന്റെ മോൾ പേടിച്ചിട്ട് നുണ പറയുന്നതാ എന്ന് ലളിത പറയുമ്പോൾ മിണ്ടി പോവരുത്, അകലെ എണ്ണത്തിനെ ലോക്കപ്പിലിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. പോലീസിനോട് കള്ളം പറയുന്നോ എന്നവരോടായി ചോദിച്ച് സുനന്ദയോടായി കുട്ടി അവിടെ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പോയിരുന്നു എന്ന് സുനന്ദയും. എന്തിനാ പോയത് എന്ന് CI ചോദിക്കുമ്പോൾ എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടാണ് സാർ, പക്ഷെ വീട്ടുകാരെ അവരുമായി വഴക്കാ. ഇവിടെ എനിക്ക് വേറെ കല്യാണം നിശ്ചയിച്ചു, അതെനിക്ക് ഇഷ്ടല്ല. ആ വിഷമം പറയാൻ പോയതാ ഞാൻ, സുഭാഷ് ഏട്ടൻ എന്നോട് വരാൻ പറഞ്ഞിട്ടില്ല. ഞാനാ പോയത്, സുഭാഷ് ഏട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല സാർ, അതൊക്കെ അച്ഛനും അമ്മയും മാമനും കൂടി പറഞ്ഞുണ്ടാക്കിയതാ എന്ന് സുനന്ദ സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു എന്ന് CIയും ലളിതയോടായി ചോദിക്കുന്നുണ്ട്. അത് സാർ അവള് മാനസികമായി ആകെ തകർന്നുണ്ട് എന്ന് ലളിത പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇനി മിണ്ടിയ നിങ്ങളുടെ മാനസിക നില തകരാറിലാണെന്നും പറഞ്ഞ് ഞാൻ കേസെടുക്കും, അത് വേണോ? നിങ്ങൾ ഈ കുട്ടിയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തു എന്ന് ഞാൻ അറിയാലോ, ഗാർഹിക പീഡനത്തിന് സകല എണ്ണത്തിനെയും ഞാൻ അകത്താക്കും എന്ന് പറഞ്ഞ് ധനയനോട് താനല്ലേ ഇവളുടെ പരാതിയിൽ ഒപ്പിട്ടത്, നടക്കടോ ബാക്കി അവിടെ വെച്ചാവാം എന്ന് പറഞ്ഞ് CIയും കൂട്ടരും വണ്ടിക്കകത്ത് കയറുമ്പോഴേക്കും
കൂടെയുള്ള പോലീസുകാർ ധനേനെയും പിടിച്ചകത്ത് കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, എൻ്റെ ധനേട്ടനെ കൊണ്ടുപോവില്ലേ സാറേ എന്ന് പറഞ്ഞ് ലളിത നിലവിളിക്കുമ്പോൾ ആകെ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുനന്ദയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയ നിധിയെ സുഭാഷ് സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നതും പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ്റെയും വീട്ടുകാരുടെയും മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തരുതെന്ന് ലളിത സുനന്ദയെ ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.